തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടെന്ന മുൻ മന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ നടപടി തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുധാകരന്റെ പ്രസ്താവന അതീവ ഗുരുതരമെന്ന് വിലയിരുത്തിയ കമ്മീഷൻ ജില്ലാ കളക്ടറോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തിയിട്ടുണ്ടെന്നായിരുന്നു ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ. നിങ്ങളുടെ എല്ലാം എംഎസ്സിയുടെ വലിയ നേതാവായിരുന്ന ദേവദാസിന് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല അദ്ദേഹത്തെ. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരുപാട് പോസ്റ്റർ ബാലറ്റ് കിട്ടും സാറിന്. അപ്പൊ എല്ലാം ദേശീയ ഞങ്ങൾ പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യം. എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. താൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ 36 വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്വമാണ് സുധാകരൻ തുറന്നു പറഞ്ഞത്. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിലാണ് സുധാകരന്റെ വാക്കുകൾ. KV ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ച് പരിശോധിച്ച് തിരുത്തൽ വരുത്തിയെന്നാണ് സുധാകരൻ പറഞ്ഞത്. CPM നേതൃത്വത്തെ ആകെ വെട്ടിലാക്കിയ സുധാകരന്റെ വെളിപ്പെടുത്തലിൽ പാർട്ടി പ്രതികരിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പെയുള്ള സംഭവമാണെങ്കിലും സുധാകരന്റെ തുറന്നു പറച്ചിൽ ഗുരുതരമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയത്. കമ്മീഷൻ ജില്ലാ കളക്ടറോട് വിശദീകരണം ആവശ്യപ്പെട്ടു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. സുധാകരന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആയുധമാക്കുകയാണ്. CPM കാലങ്ങളായി നടത്തുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് സുധാകരൻ തുറന്ന് സമ്മതിച്ചതെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, ജില്ലാ കളക്ടർക്ക് എന്ത് നിർദ്ദേശമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്നത്? വളരെ ഗൗരവത്തോടെ വിഷയം കാണുന്നതെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കാർ വ്യക്തമാക്കുന്നത്. ഇതിൽ അന്വേഷണം നടത്താൻ ആലപ്പുഴ ജില്ലാ കളക്ടർക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതീവ ഗൗരവത്തോടെ വിഷയം കാണുന്നു. മാധ്യമങ്ങളെന്ന വാർത്ത അതീവ ഗൗരവമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നു. 89-ലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് തപാൽ വോട്ടിൽ കൃത്രിമം കാണിച്ച വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. അങ്ങനെയുള്ള രാജ്യത്ത് ഇത്തരം വെളിപ്പെടുത്തലുകൾ വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കുന്നു. ഗുരുതരമായ നിയമ ലംഘനമാണിത്. തപാൽ വോട്ടിൽ കൃത്രിമത്വം വരുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ച വെളിപ്പെടുത്തലിന്മേൽ FIR ഇട്ട് കേസ് എടുക്കാനും വിശദമായ അന്വേഷണം നടത്താനുമാണ് നിർദ്ദേശം. ആലപ്പുഴ ജില്ലാ കളക്ടറോടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൾക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുധാകരന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൗരവത്തോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കാണുകയാണ്. ഇതിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ലഭിച്ച ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്ന അതിഗുരുതരമായ ആരോപണമാണ് CPMന്റെ മുതിർന്ന നേതാവ് ജി സുധാകരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അരുൺ, ഇപ്പോൾ ജി സുധാകരന്റെ ഈ പ്രസ്താവന, ഈ വെളിപ്പെടുത്തൽ അത് അവഗണിച്ച് കളയുവാനായിരിക്കുമല്ലോ CPM ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ അവഗണിച്ച് കളയാൻ പറ്റുന്നതാണോ? നേതാക്കൾക്ക് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും CPMന്റെ പ്രതികരണവും ഈ വിഷയത്തിൽ വരും. കാരണം CPMന്റെ നേതാവായിരുന്നു ജി സുധാകരൻ. ഇപ്പോൾ അദ്ദേഹം ബ്രാഞ്ച് അംഗമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തെ അങ്ങനെ തള്ളിപ്പറയാൻ CPM അത്ര പെട്ടെന്ന് കഴിയില്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ CPMന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പുകളെല്ലാം നിയന്ത്രിച്ച ആൾ കൂടിയാണ് ജി സുധാകരൻ. അദ്ദേഹം അത്രയധികം പ്രവർത്തന പരിചയമുള്ള നേതാവാണ്. അത്തരം നേതാവാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിച്ചു എന്ന ആരോപണമല്ല, ആ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് സംശയമുയരും. CPMനെതിരെ കോൺഗ്രസ് എപ്പോഴും ഉന്നയിക്കുന്ന ആരോപണം CPM വ്യാജ വോട്ടുകൾ ചേർക്കാറുണ്ട്, അത്തരത്തിൽ കള്ള വോട്ട് ചെയ്യാറുണ്ട്, അങ്ങനെയാണ് വിജയിച്ചു പോകുന്നത്. ഈ KPCCയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പോലും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് CPMന്റെ കള്ള വോട്ട് തടയാനായാൽ അടുത്ത തവണ ജയം സുനിശ്ചിതമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. CPMനെ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്. എങ്ങനെയാണ് CPM ഇതിന് മറുപടി പറയാൻ പോകുന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കങ്ങൾ വളരെ വ്യക്തമാണ്. സുധാകരന്റെ ഭാഗത്തുണ്ടായത് ഗുരുതരമായ നിയമ ലംഘനമാണ്. അതിന് ആ വിധമുള്ള നടപടി വേണമെന്ന നിർദ്ദേശമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകുന്നത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. 1989-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച്, അതും CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പൊട്ടിച്ച് അതിൽ തിരുത്തൽ വരുത്തിയെന്നായിരുന്നു മുൻ മന്ത്രി കൂടിയായ ജി സുധാകരന്റെ തുറന്നു പറച്ചിൽ. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കേസെടുക്കാൻ ആലപ്പുഴ ജില്ലാ കളക്ടറോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിരിക്കുന്നത്.